എല്ലാവർക്കും നമസ്കാരം. ഹരിതം ബുക്സ് പ്രസിദ്ധീകരിച്ച പ്രതാപൻ തായാട്ട് എഡിറ്റ് ചെയ്ത രക്തസാക്ഷ്യം, സ്വപ്ന എം എഴുതിയ കവിതകളുടെ സമാഹാരം വിശപ്പിൻ്റെ രാഷ്ട്രീയം എന്നീ 2 പുസ്തകങ്ങളെ മുൻനിർത്തി സമകാലിക അവസ്ഥയെക്കുറിച്ച് ഒരു ചർച്ചയാണ് ഈ വേദിയിൽ ഇവിടെ അരങ്ങേറാൻ പോകുന്നത്, ഇവിടെ പ്രഭാഷണം നടക്കാൻ പോകുന്നത്. രാഷ്ട്രീയ സാമൂഹിക പ്രസക്തിയേറെയുള്ള ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയം എന്നത് പല മാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ രീതി പോലും ഫാസിസത്തിൻ്റേതായ ചില ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഫാസിസത്തിൻ്റേതായ പല്ലുകൾ ഇറുക്കിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ മേൽ പലതും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഫാസിസവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ നിന്നുകൊണ്ട് ഈ 2 പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതിൻ്റെ ആമുഖ ഭാഷണം ഇവിടെ നടത്തുന്നത് ഹരിതം ബുക്സിൻ്റെ MD കൂടിയായ അഡ്വക്കേറ്റ് പ്രതാപൻ തായാട്ടാണ്. ഇവിടെ ചർച്ച ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംവദിക്കുന്നത് മുൻ MP-യും എഴുത്തുകാരനും ഇന്ത്യയിലെ ഓരോ സാമൂഹിക പ്രശ്നങ്ങളും കൃത്യമായി തിരിച്ചറിയുകയും അതിനെതിരെ തൻ്റെ വാക്കുകൾ കൊണ്ട്, ചാട്ടുളി പോലെയുള്ള വാക്കുകൾ കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഫാസിസത്തിനെതിരായിട്ട് എന്നും പ്രവർത്തിക്കുകയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അവർകളാണ്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അവർകളെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളിലും സാഹിത്യത്തിൽ നിന്നുകൊണ്ട് നന്നായി പ്രഭാഷണം നടത്തുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട PK അനിൽകുമാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള 2 എഴുത്തുകാരിലൊന്ന് പ്രതാപൻ തായാട്ട്, അദ്ദേഹം രക്തസാക്ഷ്യം എന്ന എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിൽ നിന്നുകൊണ്ടാണ് ചർച്ച നടത്തുന്നത്. അതിൻ്റെ ആമുഖ ഭാഷണം അദ്ദേഹമാണ് നടത്തുന്നത്. ഹരിതം ബുക്സിൻ്റെ MD കൂടിയായ എഴുത്തുകാരൻ പ്രിയപ്പെട്ട പ്രതാപൻ തായാട്ടിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് ആയിഷ സക്കീർ ഹുസൈൻ പ്രവാസിയാണ്, എഴുത്തുകാരിയാണ്, പ്രഭാഷകയാണ്. പ്രവാസ രംഗത്ത് എഴുത്തിനു വേണ്ടി, സാഹിത്യത്തിനു വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ആയിഷ സക്കീർ ഹുസൈനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മറുപടി പ്രസംഗം നടത്തുന്ന സ്വപ്ന, അവരുടെ വിശപ്പിൻ്റെ രാഷ്ട്രീയം എന്ന പുസ്തകത്തിൽ കൂടി നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ചിന്തകളിലേക്ക് കടന്നു പോകുന്നത്. അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയ എല്ലാവർക്കും ഹരിതം ബുക്സിൻ്റെയും KLF-ൻ്റെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിൻ്റെ അധ്യക്ഷത ആമുഖ ഭാഷണത്തിന് വേണ്ടി ശ്രീ പ്രതാപൻ തായാട്ടിനെ ക്ഷണിക്കുന്നു. 2-3 റോളുകളുണ്ട് എനിക്ക് സത്യത്തിൽ ഈ വേദിയിൽ. പ്രസാധകനാണ്, ആമുഖം പറയാം, അധ്യക്ഷനാവാം, പുസ്തകത്തിൻ്റെ മറുപടിയും പറയാം. അതൊരു സുഖമുള്ള ഏർപ്പാടാണ് സത്യത്തിൽ. ഒരു പക്ഷേ മറ്റാർക്കും അത്ര എളുപ്പത്തിൽ കിട്ടാത്ത ഒരു സന്ദർഭം കൂടി എനിക്ക് ജീവിതത്തിൽ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഇപ്പോൾ ഞാൻ നീട്ടുന്നില്ല. കാരണം എനിക്കറിയാം പന്ന്യൻ രവീന്ദ്രൻ, നമ്മുടെ രവിയേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ രവിയേട്ടൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു പരിപാടിയിൽ നിന്ന് മറ്റൊരു പരിപാടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ PK അനിൽകുമാറിനും ആയിഷയ്ക്കും മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുവാനുണ്ട്. എനിക്ക് പറയാനുള്ള എൻ്റെ മറുപടി സമയത്തൊക്കെ ഞാൻ പറഞ്ഞോളാം. രവിയേട്ടനെ ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രതാപൻ തായാട്ട്, നമ്മൾ തമ്മിലുള്ളൊരു ബന്ധത്തിന് ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പം നമുക്ക് പഴക്കം ആളെ കണ്ട് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം പുതിയ സംവിധാനങ്ങൾ വന്നപ്പം മനുഷ്യൻ്റെ വയസ്സ് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത രീതിയിലേക്ക് ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ വന്നതാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വയസ്സിൻ്റെ കാര്യം നമ്മൾ തമ്മിൽ പറയുന്നില്ല. അനിൽകുമാർ നല്ല എഴുത്തുകാരനാണ്,
നല്ല ചിന്തകനാണ്, കാര്യങ്ങളെപ്പറ്റി നല്ല പിടിപാടുള്ള ആളുമാണ്. അതുപോലെ നമ്മുടെ ആയിഷ സക്കീർ ഹുസൈൻ പ്രവാസിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാടിനെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കുന്ന ആളാണ്. നമ്മുടെ നാട് എന്ന് പറയുന്നത് ഈ കേരളം മാത്രമല്ല, ഭാരതം, ഇന്ത്യ നമ്മുടെ നാടാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. കവി വളരെ ആലോചിച്ച് എഴുതിയ വരികളാണ്. നമുക്കിപ്പം അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ടോ? നമുക്കാർക്കെങ്കിലും ചോര തിളക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന, രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടോ? ഇത് നമുക്കിങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മാത്രമായി മാറുകയല്ലേ? സത്യത്തിൽ എന്താണ് കാര്യം? നമ്മൾ ചരിത്രത്തെ മറക്കുകയല്ല, നമ്മുടെ നാട്ടിൽ ചരിത്രത്തെ തിരുത്തി എഴുതുമ്പം നമ്മൾ ദൃക്സാക്ഷികളായി നോക്കി നിൽക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരിക്കൽ BJP-യുടെ MP സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യമായി വരുമ്പം ഇതുവരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയും നമ്മളെ പേരില്ല. അപ്പം നമ്മൾ വരുമ്പം നമ്മളുണ്ടെന്ന് കാണിക്കണ്ടേ? അതുകൊണ്ട് നമ്മളെക്കൂടി ഉൾപ്പെടുത്തി ചരിത്രം പുനർക്രമീകരിക്കണം എന്ന് പറഞ്ഞാൽ ചരിത്രം മാറ്റി എഴുതണം. ഇപ്പം എൻ്റെ പിതാവെന്ന് പറയുന്ന എൻ്റെ സൃഷ്ടാവല്ലേ. എൻ്റെ പിതാവ് ജനിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ ഞാനുമായി ചേർത്ത് വരണമെങ്കിൽ പിതാവിനേക്കാളും മുമ്പേ ഞാൻ ജനിച്ചതായി രേഖപ്പെടുത്തണമല്ലോ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ രാജ്യത്ത് ചരിത്രത്തെ തിരുത്തി എഴുതാനും മാറ്റി എഴുതാനും ഭരണകൂടം തീരുമാനിക്കുന്നു. എന്താ അങ്ങനെ തീരുമാനിക്കാൻ കാരണം? അവർ നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന കമ്പോള രാഷ്ട്രീയം അത് കൃത്യമായി ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് അധികാരം പിടിച്ചു വെക്കുക. ഇപ്പം ഞാൻ ഓർക്കുന്നത് 2008 ഞാനിന്ന് പാർലമെൻറ്റ് മെമ്പറായിരുന്നു. ഞങ്ങളന്ന് ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മളെല്ലാവരും തീരുമാനിച്ച് നാട്ടിൽ വന്ന് അടുത്ത പാർലമെൻറ്റ് യോഗത്തിന് നമ്മൾ കേരളത്തിലുള്ള MP-മാർ, CPM-ൻ്റെയും CPI-യുടെയും RSPയുടെയും MP-മാർ ഒരേ വിമാനത്തിലാണ് ഡൽഹി ചെന്നിറങ്ങുന്നത്. അവിടെ ചെന്നിറങ്ങിയപ്പം ഒരുപാട് പത്രക്കാർ നിൽക്കുക, പത്രക്കാരും മീഡിയക്കാരും. അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ പാർലമെൻറ്റിലേക്കല്ലേ? അതെ. ഇവിടെ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷമില്ലാതെ നിൽക്കുക, നിങ്ങൾ 63 പേര് മാറിയല്ലോ, ഭൂരിപക്ഷം പോയല്ലോ, അതുകൊണ്ട് മെമ്പർമാരെ ഇവിടുന്ന് വല വീശി പിടിക്കുക, നിങ്ങളെ കാണാൻ ആരും വന്നില്ലേ? ഇപ്പോൾ റേറ്റ് നിങ്ങൾ അറിയുമെന്ന് അറിയില്ല, 35 കോടിയാണ് ഒരു MP-ക്ക്. നമ്മൾ അംബാനി എന്ന് പറയുന്ന മുതലാളിയാണ് ഇതിൽ പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ. അപ്പം ഞാൻ പറഞ്ഞ ആരും വന്നില്ല. എന്തെങ്ങനെയാ? ഞാൻ പറ, അവർ നല്ല ബുദ്ധിയുള്ളവരാ, തീക്കട്ട ഉറുമ്പരിക്കില്ല. നമ്മളെടുത്ത് വന്നാൽ തീക്കട്ടയാ, അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. 2008 അല്ലേ? ഇപ്പോഴോ 2025. അധികാരം കയ്യിൽ വന്നപ്പം
അധികാരത്തിൻ്റെ സ്രോതസ് ശരിക്കും ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. ഇപ്പോൾ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകം ഞാൻ സൂക്ഷ്മമായി വായിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഗാന്ധി എന്ന് പറയുന്ന മഹാൻ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ആളാണ് ഗാന്ധി. എന്തുകൊണ്ട്? ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ ആയുധപ്പുരകളിലെ ആയുധം കൊണ്ട് കഴിയുമെന്ന് ലോകത്തോട് പറഞ്ഞ സാമ്രാജ്യത്വത്തെ, അതിൻ്റെ ശക്തമായ രാജ്യമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, അവൻ്റെ കയ്യിൽ ബോംബുണ്ട്, തോക്കുണ്ട്, പീരങ്കിയുണ്ട്, ആയുധങ്ങളെല്ലാമുണ്ട്. ആ ഭരണാധികാരി വർഗത്തിനെതിരായി മഹാത്മാഗാന്ധി എന്ന മഹാൻ ഉപയോഗിച്ചത് ഒരൊറ്റ ആയുധമാണ്. ആ ആയുധമാണ് ഉപ്പ് എന്ന ആയുധം. ഉപ്പിന് നിങ്ങളുടെ ആറ്റം ബോംബിനേക്കാളും റോക്കറ്റിനേക്കാളും മറ്റെല്ലാ ആയുധങ്ങളെക്കാളും കരുത്തുണ്ട് എന്ന് കാണിച്ചു കൊടുത്തത് മഹാത്മാഗാന്ധിയാണ്. ഉപ്പ് സത്യാഗ്രഹം. അവൻ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൻപുറത്തെല്ലാം മനുഷ്യർ പോയി കടൽ തീരത്ത് പോയി ഉപ്പ് കുറുക്കി സമരം ആരംഭിച്ചു. ആ സമരം ബ്രിട്ടീഷ് ഭരണാധികാരികൾ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ്. ആ സാമ്രാജ്യത്വം ആ സമരത്തിൽ ഞെട്ടിയില്ലേ? അങ്ങനെ ഒരു സമരായുധം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുക അതുകൊണ്ട് മാത്രമെന്നല്ല പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭഗത് സിംഗിൻ്റെ സമരമുണ്ട്, ജതീൻ യാസിൻ്റെ സമരമുണ്ട്, ഒരുപാട് സമര ഭാഗങ്ങളുണ്ട്. ആർയൻ കലാപമുണ്ട്. എന്തിന്? നമ്മുടെ നാട്ടിൽ നടന്ന ഏറ്റവും ക്രൂരമായ മനുഷ്യവേട്ടയുണ്ടായിരുന്നു. എന്നിട്ടും രാജ്യത്തിലെ ജനങ്ങളെ യോജിപ്പിക്കാൻ പറ്റിയ ഏറ്റവും പക്വമായ ഒരു ആയുധം എന്താണെന്ന് കണ്ടുപിടിച്ച ആ മഹാനെ നമുക്ക് എന്തെങ്കിലും വിസ്മരിക്കാൻ കഴിയുമോ? ഗാന്ധി ഇന്ത്യയിൽ വന്നത്, അദ്ദേഹം ആഫ്രിക്കയിലെ ബാരിസ്റ്റർ ജീവിതം ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ആദ്യം നമ്മുടെ രാജ്യം കണ്ടു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്ഥിതി എന്താ നമുക്ക് നേരിട്ടറിയില്ല. ഞാനിപ്പം MP ആയപ്പം പല സംസ്ഥാനങ്ങളിലും പോയപ്പോഴാണ് നേരിട്ട് കണ്ടത്. ഇന്ത്യ എന്ന രാജ്യത്തെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. അന്ന് കോട്ടും സ്യൂട്ടും ടൈയും കെട്ടി മിന്നുന്ന ഷൂവും ധരിച്ച് മമ്മൂട്ടി സിനിമയിൽ വരും പോലെ സുന്ദരനായി വരുന്ന ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം ഈ രാജ്യം മുഴുവൻ കണ്ടു വന്നപ്പോൾ ഒരു കാര്യം ബോധ്യമായി. മനുഷ്യന് ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും വകയില്ല. കൊടും തണുപ്പ് മാറ്റാൻ വേണ്ടി കീറിയ കമ്പിളി കഷ്ണം പോലുമില്ല. അതാണ് ഇന്ത്യൻ ജനത. അവൻ്റെ നാടേതാ അവനറിയില്ല. ഈ മനുഷ്യരെ കണ്ടപ്പം ഗാന്ധി ആലോചിച്ചു, ഈ രാജ്യത്തെ യോജിപ്പിക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ആശയം എന്താണ്? അതാണ് ഗാന്ധി നേരിട്ട് കണ്ടുപിടിച്ചു. ഇവർക്ക് ഉണ്ണാനും ഉടുക്കാനും ഒന്നുമില്ലെങ്കിലും ഗ്രാമീണർ സന്ധ്യാനേരത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കും, രാമ 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 പാഹിമ. എല്ലാവർക്കും രാമനെ അറിയാം. ആ രാമനെന്ന് പറയുന്ന പേര് ഇന്ത്യൻ ജനങ്ങളെ കോമൺ ആയൊരു നാമമായി മാറും എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, രാമരാജ്യം എന്ന മുദ്രാവാക്യത്തിന് എന്താ ഗാന്ധി ഉദ്ദേശിച്ചത്? പ്രജാതർപ്പനായ ഭരണാധികാരിയ രാമൻ്റെ ഭരണത്തിലെന്താ? തൻ്റെ പ്രാണപ്രേയസി സീതാദേവി, അവൾ പരിശുദ്ധിയാണ്, പതിവൃതിയാണ്, എല്ലാമാണെന്നറിയാമായിരുന്നിട്ടും ജനങ്ങൾക്ക് സംശയം വന്നുകൊണ്ട് ഇവളെ കൊണ്ടുപോയി അഗ്നിയിൽ ചാടിച്ചാള രാമൻ. ആ രാമൻ പ്രജകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഭരണാധികാരിയാണ് രാമൻ എന്നുകൊണ്ട്
പ്രജാതർപ്പരനായ ഭരണാധികാരി. അതാണ് മഹാത്മാഗാന്ധി ലളിതമായി പറഞ്ഞത്, എൻ്റെ സോഷ്യലിസം ഈ സോഷ്യലിസമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വഴിയിൽ അതാ കാണേണ്ടത്. അതിന് ഗാന്ധി എന്തെല്ലാം സ്വീകരിച്ചു? നിങ്ങൾ നോക്കണം. പ്രതാപൻ താരാട്ടിനറിയാലോ, നമ്മളുടെ മലബാറുകാരല്ലേ. മലബാറിലെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണല്ലോ മലപ്പുറം ജില്ല. ഈ മലപ്പുറത്തെ മാപ്പിള മക്കൾ അവർക്ക് ചെയ്ത ജോലിക്ക് കൂലിക്ക് വേണ്ടി ജമ്മിമാരോട് സമരം ചെയ്യുമ്പം അവരോട് ക്രൂരമായി പെരുമാറിയപ്പം അന്ന് സമരം നടത്തിയ അവിടുത്തെ മനുഷ്യരില്ലേ, ആ മനുഷ്യരെ ആ സമരത്തിന് അവർക്ക് നേതൃത്വം കൊടുത്ത് സഹായിച്ച ആളാണ് അലി മുസലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞബ്ദുറഹ്മാൻ ഹാജിയും. വാര്യംകുന്നത്ത് ഹാജി രണ്ടുപേര് മാത്രമല്ല, ബ്രിട്ടീഷ് സൈന്യത്തെ 3 മാസക്കാലം ഒരു വരവരഞ്ഞ് നിർത്താൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രസ്ഥാനം മലപ്പുറത്തെ മാപ്പിള പ്രസ്ഥാനമാണ്. ഇതറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ രാജ്യത്ത് നടന്ന ഒരുപാട് സമരങ്ങൾ, എല്ലാ സമരങ്ങളും ഞാൻ പറയുന്നില്ല, അങ്ങനെ സമരം ചെയ്ത് നമ്മൾ നേടിയെടുത്ത ആ വലിയ പോരാട്ടത്തിന് എൻ്റെ എല്ലാ നാൾ വഴിയും ഞാൻ പറയാൻ പോകുന്നില്ല, ചിലത് സൂചിപ്പിച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ നേടിയെടുത്ത ഇന്ത്യ, നമ്മൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായി, ഭരണഘടനാ നിർമ്മാണ സഭ വന്നു. 3 വർഷം തികയുന്നതിന് 17 ദിവസം മുമ്പ് ആ സഭയുടെ നടപടി പൂർത്തിയാക്കി. ലോകത്തിലുള്ള എല്ലാ ഭരണഘടനയും നമ്മൾ പരിശോധിച്ച് വലിയ തർക്കം നടന്നു. ഒടുവിൽ ഭരണഘടന വന്നു. നമ്മളെന്താ ധരിച്ചത്? പ്രായപൂർത്തി വോട്ടവകാശത്തിൽ കൂടി ഭൂരിപക്ഷത്തിൽ വന്നാൽ ആരും ഭരണാധികാരിയാവും. പക്ഷേ ഏത് ഭരണാധികാരിയും ഭരിക്കുന്നത് ഭരണഘടന അനുസരിച്ചല്ലേ ഭരിക്കാൻ കഴിയൂ. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനാണ്. ഫുട്ബോൾ കളിക്കുന്നത് നമ്മൾ പന്തുമായി പോകുമ്പം കുമ്മായ വരക്ക് പുറത്ത് പോയാൽ പോയില്ലേ, എല്ലാവരും കുമ്മായ വരക്കുള്ളിലേ കളിക്കുക. നമ്മൾ ധരിച്ചത് എന്താ? ഭരണഘടന എന്നത് പരിപാവനമാണ്, ആ ഭരണഘടന എന്ന് പറയുന്നത് അലംഘനീയമാണ്, ലംഘിക്കാൻ പറ്റില്ല, ആര് അധികാരത്തിൽ വന്നാലും ഉറപ്പാണ്. ഭരണഘടന നമുക്കില്ലേ? ഉണ്ട്. ഭരണഘടനയിലെ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. രാജ്യം ഭരിക്കുന്നവരോ അവർക്ക് പറ്റിയ ഏർപ്പാടുണ്ടാക്കും. അവരെന്താ പറയുന്നത്? ഭരണഘടന നിന്നോട്ടെ, നമ്മൾ ഭരിച്ചോളാം. ഭരണഘടന എന്ന് പറയുന്ന അലംഘനീയമായ നമ്മുടെ നിയമ സംവിധിയെ കൊണ്ടുപോയി സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഭരണാധികാരികൾ മുന്നോട്ട് വന്നിരിക്കുന്നു. അതാണ് ഇന്ത്യ. അതൊരു ചെറിയ കാര്യമല്ല, അത് വെറുതെ വന്ന കാര്യമല്ല. ഞാനിപ്പോൾ ഒരു നിസ്സാരമായൊരു കാര്യം പറയാലോ. നമ്മൾ എല്ലാവരും പറയും ഇൻഷുറൻസ് എടുത്തില്ലേ എന്ന് ചോദിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇൻഷുറൻസ് എടുത്തില്ലേ എന്ന്. ഇപ്പം നിരവധി ഇൻഷുറൻസ് വന്ന്, LIC എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഇൻഷുറൻസ് എടുത്തില്ലേ? LICയിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ച പാവപ്പെട്ട മനുഷ്യൻ, അവൻ നിക്ഷേപിച്ചിരിക്കുന്ന പണം കൊണ്ടുപോയി ഒരു മുതലാളിക്ക് ആ പണം കൊണ്ടുപോയി അവൻ്റെ കമ്പനി പൊളിയുമ്പം ആ പണം മുതലാളിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ ഏത് നിയമം പറഞ്ഞു കൊടുക്കാൻ ഇന്ത്യയിൽ ഇപ്പം നടക്കുക? ഞാനതിൻ്റെ വലിയ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോവില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും പരിതാപകരമാണ്. ആ അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായ ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നത്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, മാർക്സം പഠിച്ചിട്ടാണെന്ന് ആരും ധരിച്ചേക്കണ്ട. ഞാൻ മാർക്സം പഠിച്ചൊരു രാഷ്ട്രീയത്തിലേക്ക് വന്നതല്ല. ചിലർ പറയും ഞാൻ മാർക്സിൻ്റെ തത്വശാസ്ത്രം പഠിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വാരി കുടുക്കി ഞാൻ വന്നതാണ്. വെറുതെ പറയുക. ജീവിതമാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ജീവിക്കുന്ന നാട്ടിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ ദയനീയമായ ജീവിതം നമ്മൾ കണ്ടിട്ട് അതിന് പരിഹാരം കിട്ടാൻ എന്താ മാർഗം, ആ ജീവിതത്തിന് കാരണക്കാരാരാ എന്ന് എൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് ഞാൻ മനസ്സിലാക്കി, അതിനു വേണ്ടി ഈ നാട്ടിൽ നീതിക്ക് വേണ്ടി പോരാടാൻ ഇതാ നിൽക്കുന്നു ആ കൊടി, ചുവന്ന കൊടി. അങ്ങനെ ഞാൻ കമ്മ്യൂണിസ്റ്റായതാണ്.
മറ്റ് തായാട്ടെ ഞാൻ പഠിച്ച് വന്നതല്ല. അങ്ങനെ പഠിച്ചു വന്ന കൂട്ടർ എത്ര ആളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമാണ്, പോരാട്ടത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. അതുകൊണ്ടാണ് ചെഗുവേര എന്ന് പറയുന്ന ബൊളീവിയൻ വിപ്ലവകാരി സാക്ഷാൽ കാസ്ട്രോയോട് പറഞ്ഞൊരു വാക്കുണ്ട്, കാസ്ട്രോ നിങ്ങൾ 18 പേരുമായി ഒളി യുദ്ധത്തിന് പോവുകയല്ലേ, പോയിക്കോളൂ, നിങ്ങൾ ജയിക്കും. പക്ഷെ ഒരു കാര്യമാണ്, നിങ്ങൾ എന്തിന് പോകുന്നു, എന്തിന് നിങ്ങൾ പട്ടാളക്കാരെ കൊല്ലുന്നു എന്ന കാര്യം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ നിരന്തരമായി അറിയിക്കാൻ നിങ്ങൾക്കൊരു സംവിധാനം വേണം. 18 പേർ മാത്രം പോരാ. എത്ര കൃത്യമായ അളവുകോല അത്! ചെഗുവേരയുടെ ആ അളവുകോൽ എത്ര കൃത്യമാണ്. 1959 വിപ്ലവം നടന്നു. വിപ്ലവത്തിൽ കൂടി ക്യൂബ മോചിപ്പിച്ചു. 60 ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നു, ലോകത്തിൽ വിശപ്പ് ഉള്ള മനുഷ്യൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി, പട്ടിണി കിടക്കുന്നവൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടി, മാനമായ ജീവിതത്തിന് വേണ്ടി, ചൂഷണത്തിനെതിരായി പോരാടുന്നൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം ലെൻ എന്ന മഹാൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ക്യൂബയിലെ വിപ്ലവകാരികളെല്ലാം കമ്മ്യൂണിസ്റ്റ് ആവുന്നു. 1960 ക്യൂബ കമ്മ്യൂണിസ്റ്റായത്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശപ്പ് എന്നത് മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന, ആ വിശക്കുന്ന മനുഷ്യൻ്റെ വിശപ്പ് നമ്മൾ എല്ലാം ഒതുക്കി കഴിയുമ്പോഴും അപ്പുറത്ത് ആവശ്യത്തിലധികം ഭക്ഷ്യസാധ്യങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ അവൻ കഴിച്ച് എല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു. ആ വലിച്ചെറിയുന്ന അവൻ്റെ ധാരാളിത്തം കണ്ടിട്ടും നമ്മൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് പോകാനല്ല, അതിന് പരിഹാരമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് രാഷ്ട്രീയം. ഇന്ത്യൻ രാഷ്ട്രീയത്തെപ്പറ്റി നമ്മൾ പൊതുവിൽ പറയുമ്പോഴാണ് ഈ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം രക്തസാക്ഷ്യം എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം, പലരും എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ലേഖനങ്ങൾ ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. വളരെ നന്നായി. കാരണം ഇപ്പോഴും ഗാന്ധിയെക്കുറിച്ച് തന്നെ, ഗാന്ധി എങ്ങനെ മരിച്ചു എന്ന് ഈ നമ്മുടെ UP-യിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ചോദ്യാവലിയിൽ പറയുന്നത്, ഗാന്ധി എങ്ങനെ മരിച്ചു? പകർച്ചവ്യാധി, അപകട മരണം. ഗാന്ധി മരിച്ചതാ. അപകട മരണം, ആത്മഹത്യ, വെടികൊണ്ട് മരണം. ഇഷ്ടമുള്ള വെക്കാം. 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. കുട്ടികളെന്ത് ചെയ്യും? ഗാന്ധിയെക്കുറിച്ച് ABCD എന്ന് പാഠത്തിൽ പഠിക്കാത്ത കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നതാണ് ഈ ചോദ്യം. എന്താ കുട്ടികൾ പറയുക? ഒരു കുട്ടി പറഞ്ഞു പകർച്ചവ്യാധിയാ, ഒരു കുട്ടി പറഞ്ഞു ആത്മഹത്യ, തൂങ്ങി മരിച്ചതാ, ഒരു കുട്ടി പറഞ്ഞു അല്ല, വിഷം കഴിച്ച് മരിച്ചതാ. രാജ്യത്തിൻ്റെ, ഇന്ത്യക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം വന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ ഇന്ത്യയുടെ പ്രസിഡൻ്റാവാൻ വേണ്ടി കഴിയുന്ന ഒരു ഭരണാധികാരിയായ നിൽക്കേണ്ട മഹാത്മാഗാന്ധി പറഞ്ഞത്, ഭരണം നിങ്ങൾ നടത്തിക്കോ, ഞാൻ രാജ്യത്തെ മനുഷ്യർ സമാധാനത്തിന് വേണ്ടി. നവകാരിയിൽ നമ്മുടെ രാജ്യം കണ്ട എത്ര വലിയൊരു മനുഷ്യൻ, ദൈവതുല്യനായ മനുഷ്യൻ. ദൈവം എന്ന് പറയുമ്പം ചില ആൾ പറയുക, കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തെക്കുറിച്ച് പറയുമോ? എനിക്ക് ദൈവവിശ്വാസമില്ല. പക്ഷേ ദൈവവിശ്വാസികളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വിശ്വാസി, അവൻ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ തെറ്റൊരുപാട് ചെയ്യില്ല. തെറ്റ് ചെയ്യുമ്പോൾ അവന് ഓർമ്മയുണ്ട് ദൈവത്തെ, അവന് ഭയമുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് പറ്റിയൊരു അപകടമുണ്ട്. ഇതായട്ടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയൊരു അപകടം. കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്നപ്പം ഒരു സാർവദേശീയ പ്രസ്ഥാനമല്ലേ. അപ്പോൾ ജനങ്ങൾ പലരും ധരിച്ചെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ദൈവമില്ലാത്ത ആളുകളാണ്, നിരീശ്വരവാദികളാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളും വൈകുന്നേരം വിളക്ക് വെച്ച് രാമ രാമ പാഹിമ എന്ന് വിളിക്കുന്ന ആളുകൾ, അവർക്ക് ദൈവമില്ലാത്തൊരു പാർട്ടിയിൽ അവരാരെങ്കിലും ചേരുമോ? ഇല്ല. എന്നാൽ ഇന്ത്യയെ ശരിക്കും പഠിച്ച് ഇന്ത്യയുടെ അടിത്തറയും ഇന്ത്യയുടെ മനസ്സും മനസ്സിലാക്കിയ മഹാത്മാഗാന്ധി പറഞ്ഞു, നമുക്ക് രാമരാജ്യമാണ്,
ആ പെശക് കമ്മ്യൂണിസ്റ്റുകാരായ നമുക്ക് പറ്റിയെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ മനസ്സിലുള്ളതല്ല. ഞാനത് പുറത്ത് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും നിരീശ്വരവാദികളല്ല. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാം ചേർന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരും മനുഷ്യരാണ്. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞ് സമയം ഒരുപാട് നീണ്ടുപോകണ്ട. എത്ര മണിക്കാണ്? എൻ്റെ സമയമായി. ഇവിടെ എല്ലാവരും നിൽക്കുക. ഈ വിഷയത്തിൽ ഒരു ദീർഘമായ ചർച്ച വേണമായിരുന്നു. ആ ചർച്ചയ്ക്ക് ഇവിടെ അവസരമില്ല. പ്രതാപനെപ്പോലുള്ള ഒരാൾ എഴുതിയൊരു പുസ്തകം, ആ പുസ്തകത്തെക്കുറിച്ച് വിമർശനപരമായ ചർച്ച നടത്താൻ ഇതിനകത്തങ്ങനെ വിമർശനപരമായുള്ള കാര്യങ്ങൾ അധികമില്ലാതെ മാത്രമല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം, ഗാന്ധിയുടെ വാചകം എഴുതി വച്ചിരിക്കുന്നു. എൻ്റെ ഹിന്ദുമതം വിഭാഗീയ മനസ്സുള്ള സങ്കുചിതമായ ഒന്നല്ല. അത് ഇസ്ലാം, ക്രൈസ്തവ, ബുദ്ധ, സൗരാഷ്ട്ര മതങ്ങളിലെ ഏറ്റവും മികച്ചതിനെ ഞാൻ ഉൾക്കൊള്ളുന്നതാണ് ഗാന്ധിജിയെ നമുക്ക് മറക്കാതിരിക്കാം. ഗാന്ധിജി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ എന്തൊക്കെ ചരിത്രം തിരുത്തി പുതിയ ചരിത്രം പണിതാലും ഗാന്ധിയെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഗാന്ധിയുടെ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് രക്തസാക്ഷ്യം എന്ന ഈ പുസ്തകം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്വപ്ന എം ബിഷപ്പിൻ്റെ രാഷ്ട്രീയമാണ്. സ്വപ്നയുടെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ബിഷപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും, മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയമാണ്. വീട്ടിൽ തെറി വിളിക്കുന്നത് മഹാപാവമാണ്. അടുക്കും ചിട്ടയിലും ഒരുക്കി വെച്ച തറവാട്ട് വീടാണ് ഞങ്ങളുടേത്. അന്ന് അനിയൻ്റെ കുരുത്തക്കേട് സഹിക്കവയ്യാതെ നായെ എന്ന് വിളിക്കേണ്ടി വന്നു. ഇവിടെ മാത്രം 2 വാക്ക് ഞാൻ പറയാം. കാരണം ഈ വാക്ക് മോശം വാക്കാണ്, നായ എന്ന് വിളിച്ചത്, അല്ലേ? അതല്ലേ പറഞ്ഞിരിക്കുന്നത്? നിർഭാഗ്യത്തിന് ഈ കവിതയും നമ്മുടെ വർത്തമാനകാല സംഭവങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യതയുണ്ടെന്ന് ഞാൻ പറയാം. നമ്മളിപ്പം ചാനൽ ചർച്ച കേൾക്കുന്നില്ല നിങ്ങളെല്ലാവരും? ചാനൽ ചർച്ച, ഞാൻ നേരത്തെ ചാനൽ ചർച്ചയിൽ സ്ഥിരമായി പോകുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ പോകാറില്ല ചാനൽ ചർച്ചയിൽ. എന്താ കാരണം? ചാനൽ ചർച്ചയിൽ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പരസ്പര ബഹുമാനം വേണം. എന്താ ഇപ്പം ചാനൽ ചർച്ചയിൽ പറയുന്നത്? നിർത്തടാ, ചീ പട്ടി, എന്തൊക്കെ വാക്കുകളാണ്! നമ്മൾ സാധാരണ മനുഷ്യൻ പരസ്പരം വിളിക്കാൻ വരുന്ന വാക്കുകളാണോ ഈ വാക്കുകൾ? രാഷ്ട്രീയമാണോ? രാഷ്ട്രീയ ചർച്ചയിൽ നാക്കടക്ക് നിർത്താൻ വേണ്ടി തെറി പറയുന്ന ഈ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിന് യോജിച്ചതാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഈ കവിതയിലെ ഈ വരികൾ എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വരികയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന ആദരണീയരെ, ചരിത്രമെന്നത് ഭൂതകാലത്തിൻ്റെ കണക്കെടുപ്പല്ല, ആപത്തിൻ്റെ നിമിഷങ്ങളിൽ മനസ്സിലൂടെ മിന്നിമായുന്ന ഒരു ഓർമ്മയുടെ പേരാണ്. അത്തരം ഒരു ഓർമ്മയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞതിന് അനുരൂപമായിട്ടത് സ്വപ്നയുടെ കവിതയുമായിട്ട് തന്നെ സമരസപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പറഞ്ഞത്, ഗാന്ധിജി രാമനെക്കുറിച്ച് ഇന്ത്യയിൽ പറഞ്ഞത്, എൻ്റെ രാമൻ, എൻ്റെ പ്രാർത്ഥനാരൂപനായ രാമൻ അയോധ്യാപതിയോ ദശരഥാത്മജനോ സീതാപതിയോ ഒന്നുമല്ല. എൻ്റെ രാമൻ ഒരു ചരിത്ര പുരുഷനല്ല, അദ്ദേഹം ജനിച്ചിട്ടുമില്ല, മരിക്കുകയുമില്ല. നിങ്ങൾ അദ്ദേഹത്തെ അല്ലാ എന്നോ ഈശോ എന്നോ വിളിച്ചോ, പക്ഷെ ചൊല്ലുമ്പോഴുള്ള ഹൃദയതാളം തെറ്റാതിരുന്നാൽ മതി എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സ്വപ്നയുടെ വിശപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ കവിത, സ്വപ്ന മലയാള നവീന കാവ്യഭാവുകത്വത്തിൻ്റെ ഏറ്റവും ഉത്തുംഗതയിൽ വിരാജിക്കുന്ന നവ സാമൂഹിക മാധ്യമങ്ങളിലടക്കം സംഘപരിവാറിൻ്റെ വിഷലിപ്തമായ പ്രചരണങ്ങൾ ഏറ്റുവാങ്ങുന്നതാണ് സ്വപ്നയുടെ കവിത. യഥാർത്ഥത്തിൽ നിഷ്കാസിതരായ ജനക്കൂട്ടം തെരുവിൻ്റെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് ഒരു ജനത ആർത്തനാദത്തോടെ പാഞ്ഞൊഴുകുമ്പോൾ എനിക്ക് വീടുകൾക്കുള്ളിൽ നിന്ന് പൂവുകൾക്ക് പകരം വെടിയുണ്ടയും ചോരയും ഒലിച്ചിറങ്ങുമ്പോൾ എനിക്ക് സൗന്ദര്യത്തെക്കുറിച്ച് പാടാൻ കഴിയില്ല. സ്വപ്ന ചൊല്ലുന്നത്, പാടുന്നത് കത്തുന്ന ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു വരി, രാജ്യം ന്യൂനപക്ഷമാണെന്നും ബഹുഭൂരിപക്ഷമെന്നും കണക്കെടുപ്പ് നടപ്പും മുഹമ്മദിൻ്റെ മക്കളെ അയൽ രാജ്യത്തൊക്കെ ഇരുട്ടിൻ്റെ അറകളിലേക്ക് തള്ളും.
സ്വപ്നയുടെ ഒരു കവിതയുടെ പ്രത്യയശാസ്ത്രം ഇതാ ഇങ്ങനെയാണ്: തെറിക്ക് രാഷ്ട്രമില്ലെന്നറിഞ്ഞതിൽ പതിവിലേറെ സന്തോഷവതിയായിരുന്നു. തുടക്കവും ഒടുക്കവും ഒരു തെറിയിൽ അവസാനിക്കുമെങ്കിൽ തെറിയും ഒരു കവിതയാണ്. ഈ വരികളിലുണ്ട് സ്വപ്നയുടെ കവിതയുടെ പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് തന്നെ മലയാള കവിതയുടെ നവീനമായ ഭാവുകത്വത്തിൻ്റെ കൊടിപ്പടം കൂടിയാണ് വിശപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കവിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്കും 2:30-ക്കുള്ളൊരു സെഷനുണ്ട്. അപ്രതീക്ഷിതമായി ഈ വേദി പങ്കിടാൻ കഴിഞ്ഞ എൻ്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. ശ്രീ പ്രതാപൻ തായേട്ടനോടും സഖാവ് പന്യൻ ഇരിക്കുന്നൊരു വേദിയിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ അനൽപമായ സന്തോഷമുണ്ട്. എൻ്റെ ആത്മമിത്രം അനിൽ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിലെ ആത്മബോധത്തിൻ്റെ സത്യബോധത്തിൻ്റെ പേരാണ് രാമൻ എന്ന് പേരിട്ട് ഗാന്ധിജി പറഞ്ഞു. രാഷ്ട്രപിതാവ് ആരായിരുന്നു എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിലൂടെയെങ്കിലും സഖാവും ഇവിടെ വിവരിക്കാൻ ശ്രമിച്ചു. വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ ചരിത്ര സാഹചര്യങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ വിശപ്പിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും രക്തസാക്ഷിത്വത്തെക്കുറിച്ചും സംസാരിക്കുന്ന വേദി എന്തുകൊണ്ടും ഈ ചരിത്ര വഴികളിലൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും സഖാവ് പറഞ്ഞതുപോലെ കൂടുതൽ ചർച്ചകൾ, കൂടുതൽ ഇൻട്രാക്ഷൻസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവും നമുക്കെല്ലാം ഉണ്ടാവേണ്ടതും ഉണ്ട്. വിശപ്പ് എന്ന വാക്കിനോളം വിനയാന്വിതമായ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം കേട്ടിട്ടില്ല എന്ന് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് നടവഴിയിലെ നേരുകൾ എന്നുള്ളൊരു പുസ്തകത്തിൽ, വിശപ്പിനെ കുറിച്ചുള്ളൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. വിശപ്പോളം വിനയാന്വിതമായ, വിശപ്പോളം മനുഷ്യനെ താഴേക്കിടയിലേക്ക് താഴ്ത്തി ചവിട്ടുന്ന ഒരു വാക്ക്, അത്രയും വിനയാന്വിതമായ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. മരണത്തെപ്പോലെ സത്യമായ ഒന്നാണ് വിശപ്പ്. ഈ അടുത്ത സമയത്ത് ഒരാഴ്ചയാവുന്നുള്ളൂ, കോർപ്പറേറ്റുകളുടെ ലാഭം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 300 മടങ്ങ് വർദ്ധിക്കുകയും കോർപ്പറേറ്റ് ജീവനക്കാരുടെ ശമ്പളം കേവലം 0.6%-നും 5%-നും ഇടയിൽ മാത്രം വർദ്ധിക്കുകയും ഇന്ത്യയിലെ വിലക്കയറ്റം 10%-ന് മുകളിലാവുകയും ചെയ്തപ്പോഴാണ് നമ്മളോട് പറയുന്നത് 90 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യണമെന്ന്. കോർപ്പറേറ്റുകളുടെ ലാഭം കൂട്ടാൻ ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള സജീവമായ ഒരു പ്രതികരണം നടത്തിയതായി കണ്ടില്ല. ഒരുപക്ഷെ സഖാവ് പറഞ്ഞതുപോലെ, ആഗ്രഹിക്കുന്നത് പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെങ്കിലും ജീവിതത്തിൻ്റെ സമരഭൂമികളിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും വ്യക്തിത്വത്തോടുകൂടി ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടിയിട്ടും മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വപ്നയുടെ ഒരു വരി ആ പുസ്തകം കവിതകൾ അവസാനിക്കുന്നതിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അമ്മയുടെ പടിയിറക്കത്തിന് ശേഷമാണ് വിശപ്പോളം പോകുന്നൊരു വിപ്ലവമില്ലെന്ന് ഞാൻ അറിഞ്ഞത്. പ്രിയമുള്ളവരെ, വിശപ്പിനോളം പോകുന്നൊരു വിപ്ലവം, വിശപ്പിനെതിരെയുള്ളൊരു വിപ്ലവം, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മുട്ടാത്ത വാതിലുകൾക്ക് മുന്നിൽ, തുറക്കാത്ത വാതിലുകൾക്ക് മുന്നിൽ മുട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോളം പോന്ന, അവൻ്റെ സമരത്തോളം പോന്ന ഒരു വിപ്ലവവും ലോകത്തിന് സംഭവിക്കാനില്ല. അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിപ്ലവവും ഇനി ലോകത്ത് വരാനുമില്ല. എപ്പോഴും അത്തരം മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യരുടെ ആ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശപ്പിനെതിരെയുള്ള വലിയ പോരാട്ടമാണ് എപ്പോഴും ജീവിതം ആവുന്നത്. സ്വപ്നയുടെ ഈ പുസ്തകം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അവനവന് വേണ്ടിയല്ലാതെ അപരന് വേണ്ടി ചുടുരക്തമൂറ്റി കുലം വിട്ടു പോകുന്ന രക്തസാക്ഷികളെക്കുറിച്ച് പാടിയ കവിയുടെയും നാടാണിത്. അങ്ങനെ ഗാന്ധിജി ഒരു വലിയ ഉദാത്തമായ ഒരു വിരാട രൂപം പൂണ്ട് ആ ചോര വാർന്ന് മരിച്ച ആ ഒരു രൂപം ഇന്ത്യയുടെ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മെ എല്ലാവരെയും ഉറ്റുനോക്കുന്നുണ്ട്. ചരിത്രം അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള, നമുക്ക് അനുകൂലമായൊരു ഉത്തരം ഈ ദശാസന്ധിയും കടന്ന് നമുക്ക് തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, സമയം ക്ലോക്ക് ഇവിടെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ മുന്നിൽ തന്നെ. ഇതത്ര മോശപ്പെട്ടൊരു കാലമാണ് എന്ന അഭിപ്രായം എനിക്കില്ല സത്യത്തിൽ. കാരണം അസഫ് അലിയെക്കുറിച്ച് ഞാനൊരു പുസ്തകം ചെയ്തിരുന്നു. 52-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ, ഒരുപക്ഷേ ഡിപ്രഷൻ വന്ന് മരിച്ചുപോയ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ അസഫ് അലി. അസഫ് അലി കവിയായിരുന്നു. യൂറോപ്യൻ രീതികളിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അതിനേക്കാൾക്ക് അപ്പുറം നെഹ്റുവിൻ്റെ ആദ്യത്തെ 46-ലെ മിനിസ്ട്രിയിൽ റെയിൽവേ മിനിസ്റ്ററായിരുന്നു. അസഫ് അലി ആദ്യം ഒപ്പിട്ട ഫയൽ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും തമാശ ഉണ്ടാകുന്നൊരു കാര്യം. അന്ന് 2 പാനി ഉണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. മുസ്ലിം പാനിയും ഹിന്ദു പാനിയും. എത്ര ബാർബേറിയൻസ് ആയിരുന്നു, കാട്ടാളന്മാരായിരുന്നു നമ്മളൊന്ന് ഓർത്ത് നോക്കാൻ കഴിയുമോ? അങ്ങനെ മനുഷ്യൻ ഒരു വെള്ളം മതിയെന്നും മനുഷ്യൻ ഒരു ദാഹമേ ഉള്ളൂ എന്നും അതിനൊരു വെള്ളം മതി എന്നുള്ള ആദ്യത്തെ ഫയൽ ഒപ്പിട്ടത് ആ കാലത്താണ്. തീർച്ചയായും
അതിനുശേഷം നമ്മൾ കുറേ മുന്നോട്ട് നടന്നെങ്കിലും ഇപ്പോഴൊരു നടത്തം നമ്മൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞങ്ങൾ ഇത്തരം ചില പ്രസാധനങ്ങൾ പുസ്തക പ്രസാധനം ചെയ്യുമ്പോൾ അത് സമരമായിട്ടും ഇടപെടലായിട്ടും മാറുന്നു. അങ്ങനെ മാറിയതും കൂടിയാണ് ഈ 2 പുസ്തകങ്ങൾ കൂടി പറയാനുണ്ട്. മറ്റൊന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗം, മറ്റൊന്ന് സ്വപ്നേൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗം. സ്വപ്നയുടെ പുസ്തകങ്ങൾ തീർച്ചയായും സ്വപ്നയുടെ കവിതകൾ, ആ കവിതകൾ ഉയർത്തുന്ന കുറേ അധികം ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നതിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവമാണ്. ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവമാകുമ്പോഴേക്കും സ്വപ്നയ്ക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളില്ല. രാഷ്ട്രീയ നിലപാടുണ്ട്, കക്ഷി രാഷ്ട്രീയ നിലപാടുകളില്ല. ആ കക്ഷി രാഷ്ട്രീയ നിലപാടിൻ്റെ പിൻബലമില്ലാതെ ഇത്രത്തോളം അടിവരയിട്ടുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, ഉറക്കെ വിളിച്ച് പറയാൻ കഴിയുന്ന അധികം കവികളോ കവികൾ സ്ത്രീലിംഗം പുല്ലിംഗം കൂടി വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സ്വപ്നയുടെ കവിതയുടെ പ്രത്യേകത 1 എന്ന് പറയുന്നത്. കൂടുതൽ പറയുന്നില്ല. അപ്പം എന്തായി കഴിഞ്ഞാലും ഇവിടെ ഒരു ശ്രോതാവ് എന്നുള്ള അർത്ഥത്തിൽ രവിയേട്ടനെ കുറേ കൂടി കേൾക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. മാത്രവുമല്ല, അതിന് ഞാൻ രവിയേട്ടനോട് കുറച്ച് വിയോജിച്ചുകൊണ്ടെന്ന് പറയട്ടെ. ഈ പറഞ്ഞ ഗാന്ധിയെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കണ്ടതെങ്ങനെയായിരുന്നു, ഗാന്ധിയും മാർക്സും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല. ഇപ്പോഴത് കഴിയുന്നു. രവിയേട്ടൻ ഗാന്ധിയെ ഡിഫൈൻ ചെയ്യുന്നത് പുതിയ കാലത്ത് കേട്ടിരിക്കാൻ വലിയ ആഴത്തിലുള്ള ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. കുറേ കൂടി കിട്ടണമായിരുന്നു സമയം എന്നാഗ്രഹിച്ചു പോകുന്നു. എന്തായാലും അടുത്തതായിട്ട് സ്വപ്നയോട് രണ്ടേ രണ്ട് വർത്തമാനം പറയാൻ സ്വപ്നയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ എൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് വിശപ്പിൻ്റെ വിപ്ലവം, 5ാമത്തെ പുസ്തകം കൂടിയാണ്. അപ്പോൾ നിയമസഭയുടെ ഇങ്ങനെയൊരു പുസ്തകമേളയിൽ ഈ വേദിയിൽ വെച്ച് പുസ്തകം ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് ഭയങ്കര ഭാഗ്യമായി. ശ്രീ പന്യ രവീന്ദ്രൻ സാറും ശ്രീ പ്രതാപൻ താഴട്ട് സാറും പിന്നെ തച്ചമ്പാറ പറഞ്ഞ ശീലമായിട്ട് എല്ലാവരോടും എൻ്റെ ഏറ്റവും നല്ല സന്തോഷം അറിയിക്കുന്നു. സംസാരം കുറവും എഴുത്തു കൂടുതലുമാണ്. അതും ഒരു നല്ല ലക്ഷണം തന്നെ. ഒരൊറ്റ വാക്കിൽ എല്ലാവർക്കും ഒറ്റ സെക്കൻഡോട് നന്ദി പറയാൻ അധ്യക്ഷ വിനയ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയെയും അതുപോലെ ഈ സദസ്സിനെയും സാന്നിധ്യം കൊണ്ട് മഹനീയമാക്കിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.